വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ തായ്ലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയൊരു നൈറ്റ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി ഫസ്റ്റ് തായ്ലൻഡിൽ പോയത് ഫുക്കറ്റിലാണ്. ഫുക്കറ്റിൽ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. മെയിൻലി ഫുഡ് മാർക്കറ്റായിരുന്നു ഇത്. നമ്മൾ ആദ്യമായിട്ട് പോയ നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ പോയ നൈറ്റ് മാർക്കറ്റൊക്കെ കുറച്ചും കൂടെ വലുതാണ്, കുറച്ചുകൂടെ സെൻറ്ററിലായിരുന്നു. അപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പക്ഷേ ഈ നൈറ്റ് മാർക്കറ്റ് അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് നല്ല ക്ലെൻലിനെസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു നൈറ്റ് മാർക്കറ്റാണ്. കുറേ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ മാക്സിമം കവർ ചെയ്യാൻ പറ്റണത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫുഡ് മാർക്കറ്റിൽ നമ്മൾ ട്രൈ ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്. ആദ്യം നമ്മളിങ്ങനെ നടന്നു പോയപ്പം ഒരു ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ അവർ നമുക്ക് ചെന്ന ഉടനെ 2-3 ടേസ്റ്റ് ചെയ്യാൻ തന്നു. എനിക്കിവിടുത്തെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര പ്ലീസിങ്ങും വെൽക്കമിങ്ങും ആണ് അവർ എല്ലാവരെയും. അപ്പോൾ നമുക്ക് കുറേ ടേസ്റ്റ് ചെയ്യാനൊക്കെ ചുമ്മാ എടുത്തു തരുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഉറപ്പായിരുന്നു നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കുമെന്ന്. പിന്നെ ഇവരുടെയൊക്കെ പാക്കിങ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു അവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പാക്കിങ് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ക്രിയേറ്റീവാണ്. ഇപ്പോൾ തന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഷോപ്പിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് തന്നെ അല്ലേ. അപ്പോൾ നമ്മളതുകൊണ്ട് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചു. ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് അവിടെ 25 ബാത്താണ്. ഒരു ബാത്ത് അപ്രോക്സിമേറ്റ്ലി ലൈക്ക് 2.6 റുപ്പീസ് അടുപ്പിച്ചാണ്. അപ്പം അറൗണ്ട് 55-60 റുപ്പീസായി നമുക്ക് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ബാഗ്. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്ര ഒരു ഫാനല്ല സ്വീറ്റ് പൊട്ടറ്റോൻ്റെ, ബട്ട് സ്റ്റിൽ എനിക്ക് ഇവരുടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ചിരിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഈ അവരുടെ താങ്ക് യുവിന് അവർ പറയുന്ന കപ്പുൻ ഖാ എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറയായിരുന്നു കപ്പുൻ ഖാ. ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആ വേർഡ് മിസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എപ്പോഴും കളിയാക്കുമായിരുന്നു കപ്പൻ ഖാ. അവരുടെ എല്ലാ വേർഡ്സിൻ്റെ ലാസ്റ്റ് ഒരു ഖാ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഈ ബാർബിക്യൂ സ്റ്റിക്കാണ് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ചിക്കൻ്റെ സ്റ്റിക്ക് സൂപ്പറായിരുന്നു. അവിടെ ക്രാബ് സ്റ്റിക്കുണ്ട്, പിന്നെ എല്ലാതരം ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷ് പൊതുവേ ഞങ്ങൾക്ക് അത്ര അവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു ഈ ഫിഷിൻ്റെ. അതുകൊണ്ട് ഫിഷ് ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തില്ല. ചിക്കൻ്റെ ബാർബിക്യൂ സ്റ്റിക്ക് കഴിച്ചു, അത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റോളിലും നമുക്കിങ്ങനെ ഈ നൂഡിൽസും പിന്നെ മീറ്റും എല്ലാം കൂടെ എഗ്ഗും എല്ലാം കൂടെ കോംബോ ആയിട്ട് രാമനൊക്കെ പോലെ കുറേ സ്റ്റോൾസിൽ അതുണ്ടായിരുന്നു. അത് നമ്മൾ കഴിച്ചില്ല, ആക്ച്വലി കണ്ടില്ലേ. കൊറിയൻ റാമൻ, പിന്നെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചു, നല്ല ഐസ്ക്രീം ആയിരുന്നു. അതിൻ്റെ മണ്ടയിൽ നമുക്കിങ്ങനെ കുറേ ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മെയിൻലി അവരുടെ ആൾക്കാരുടെ കാര്യമാണ് ഭയങ്കര പ്ലീസിങ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ട്രൈ ചെയ്ത ഒരു പൊട്ടറ്റോൻ്റെ ഫ്രൈസാണ്. അത് അടിപൊളിയായിരുന്നു പൊട്ടറ്റോൻ്റെ ഫ്രൈസ്. സാധാരണ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കണേക്കാളും എന്തോ ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബജിയൊക്കെ പോലെ ഇരിക്കും, എന്നാൽ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ഇവിടുത്തെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് അവർ കോട്ട് ചെയ്ത് വെളിയിൽ വെച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് അവരത് രണ്ടാമത് ഡബിൾ ഫ്രൈ ചെയ്തിട്ടാണ് തരിക. അപ്പോൾ അങ്ങനെ തരുമ്പോഴത്തേക്കും ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും. അങ്ങനെയാണ് ഈ പൊട്ടറ്റോയും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോസ് ആയിരുന്നു. പിന്നെ അവിടെ ഒരു ആളിങ്ങനെ പാടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു വൈബായിരുന്നു ഈ സ്ഥലം. നല്ല പീസ്ഫുൾ കാമായിട്ടുള്ള ഒരു സോങ്ങും ആ ഒരു വൈബിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊട്ടറ്റോ. ആ കുട്ടി എന്ത് നല്ല കുട്ടിയാണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിങ്ങുമാണ്. അത് നമ്മൾ സമ്മതിക്കണം. ഭയങ്കര ഹാർഡ് വർക്കിങ്ങുമാണ്. എന്നാൽ അവർക്കൊരു ഗ്രീഡ് ഇല്ല. നമുക്ക് വേണ്ടത് മതി, അവർ ഇതുപോലെ നമ്മളിങ്ങനെ ഇത് ചെയ്യില്ല, മേടിക്കും അങ്ങനെയൊന്നും വിളിക്കില്ല. ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ പൊട്ടറ്റോ നമുക്ക് വേണമെങ്കിൽ അവിടെ കുറേ പൗഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചീസ് പൗഡർ, പിന്നെ സ്പൈസി, അങ്ങനത്തെ കുറേ പൗഡേഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളതൊന്നും വേണ്ട, ജസ്റ്റ് സോൾട്ട് മാത്രം മതി എന്നാണ് പറഞ്ഞത്.
പിന്നെ അവിടെ എന്താ പറയുക എക്സ്ട്രാ നമുക്ക് സോസുകൾ വെച്ചിട്ടുണ്ട്, അതായത് സവർ ക്രീം, പിന്നെ ചില്ലി സോസും നമുക്ക് ടൊമാറ്റോ സോസും ഫ്രീ ആയിട്ട് തരും. ബാക്കി ഏത് സോസ് അവിടെ ഇരിക്കുന്ന മേടിക്കണമെങ്കിൽ നമുക്ക് 10 ബാത്ത് എക്സ്ട്രാ കൊടുക്കണം. ഇതിനെല്ലാം കൂടെ 40 ബാത്തായിരുന്നു. പക്ഷേ അറൗണ്ട് 10 പീസസ് ഉണ്ടായിരുന്നു. 40 ബാത്ത് എന്ന് പറയുമ്പോൾ അറൗണ്ട് 100 റുപ്പീസ് ആവും നമ്മുടെ നാട്ടിൽ. പക്ഷേ ആ ടേസ്റ്റ് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്യൂ ആണെങ്കിൽ കാണുന്ന എല്ലാവരുടെ അടുത്തും കപ്പുൻ ഖാ പറയാണ്. എന്നിട്ടും ആർക്കും ദേഷ്യം വരാതെ അവരെങ്ങനെയൊക്കെ തിരിച്ച് കപ്പുൻ ഖാ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ആ ഒരു വൈബിൽ ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്. അയ്യോ, ഭയങ്കര ക്രിസ്പിയും നമുക്ക് സാധാരണ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലായിരുന്നു ഇവരുടെ ഈ പൊട്ടറ്റോൻ്റെ കഴിക്കുമ്പോൾ. ബാലുവിനാണെങ്കിൽ പൊട്ടറ്റോ ഇഷ്ടമേ അല്ല ഈ ഫ്രൈ സംഭവം. പക്ഷേ അവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഈ പറഞ്ഞ ചിക്കൻ ഞാൻ എടുക്കാൻ മറന്നുപോയി. ആ ചിക്കൻ്റെ സ്റ്റിക്കും നമ്മൾ കഴിച്ചു, ഇത് കഴിച്ചു, സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് ഇവരുടെ നാട്ടിൽ എന്തോ ഒരു ഫ്രൂട്ടാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ കുട്ടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം ഈ എന്താ ഞാൻ മറന്നുപോയി, ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പേര് എനിക്കറിയില്ല. ആ ഫ്രൂട്ടിൽ നിന്ന് വരുന്ന എനിക്ക് തോന്നുന്ന ഒരു അതിൻ്റെ ജ്യൂസാണ്. അതിനെ കുറേ നേരം വെള്ളത്തിടുമോ, അതിൽ നിന്ന് വരുന്ന എന്തോ പൾപ്പും വെള്ളത്തിൻ്റെ എന്തോ മിക്സാണത്. അപ്പം ഇവരെന്ത് ഡ്രിങ്ക്സ് തന്നാലും ഒരു കൊട്ട ഐസ് ഉപയോഗിക്കും. അപ്പം നമ്മളിപ്പോൾ എടുത്ത് പറയേണ്ടി വന്നു ഇത്ര ഐസ് വേണ്ട. കാരണം ഇതെല്ലാം കൂടെ കുടിച്ചിട്ട് നമുക്ക് നല്ല തൊണ്ടയൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്ത് ഡ്രിങ്ക് മേടിച്ചാലും അവിടെ ഐസാണ് മെയിൻ. അപ്പം എന്താ കുറേ ഐസും പിന്നെ അതിൽ ആ ജ്യൂസ് ഇട്ട് എന്നിട്ട് നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ മണ്ടയിൽ ലിഡ് വെച്ചതിന് ശേഷം ഇവർ ആ ഫ്രൂട്ട് ഇട്ട് തരും. ഈ ഫ്രൂട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഏകദേശം നമ്മുടെ റംബൂട്ടാൻ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചറായിരുന്നു ഈ ഒരു ഫ്രൂട്ടിന്. പിന്നെ ആ ജ്യൂസും അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു തണുപ്പിൽ കുടിക്കുമ്പോൾ കൊള്ളാം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഫ്ലേവറുള്ള ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഞാനൊക്കെ 2 സിപ്പ് എടുത്തിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ ജ്യൂസ് അത്രത്തോളം അങ്ങനെ കുടിക്കാൻ പറ്റില്ല. പക്ഷേ ആ മുകളിൽ ഇട്ട ആ ഫ്രൂട്ട് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ജെല്ലി പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട്, നമ്മൾ റംബൂട്ടാൻ്റെയൊക്കെ ടെക്സ്ചർ. അങ്ങനെ നമ്മൾ അത് കഴിച്ചു. പിന്നെ ആക്ച്വലി നമ്മളൊരു അവിടെ ഇങ്ങനെ കുറേ കടകളിൽ നമുക്ക് സ്മൂത്തീസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഒരെണ്ണം ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അത് പൈനാപ്പിൾ ഓറഞ്ച് സ്മൂത്തി ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഇവരെല്ലാം ആക്ച്വലി സ്ക്വിഡ് ബോൾസ് ട്രൈ ചെയ്തായിരുന്നേ. ഈ സ്ക്വിഡ് അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പനിയാരം പോലെ ഇരിക്കും. അതെനിക്ക് സ്മെല്ല് കൊണ്ട് തന്നെ ട്രൈ ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടായിരുന്നു, തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കേണ്ടതെന്ന് കഴിക്കണം എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ഡെസേർട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ഡിഷാണല്ലോ ഈ മാംഗോ സ്റ്റിക്കി റൈസ്. അങ്ങനെ ഞങ്ങളൊരു അത് നമ്മൾ സ്ട്രീറ്റിൽ നല്ല കഴിച്ചു, പുറത്തൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു. എനിക്ക് തായ്ലൻഡിലെ മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ആണ് കേട്ടോ, ഞാൻ ലോകത്ത് ഇത് എനിക്ക് മാത്രമായിരിക്കും ഒപ്പീനിയൻ മേ ബി, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ഫ്ലേവർ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 2 സ്പൂണൊക്കെ ഓക്കെ, പക്ഷെ അതിനപ്പുറം എനിക്ക് ഒരുമാതിരി ഈ മത്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഈ ഷുഗർ എല്ലാം കൂടെ. പക്ഷെ മാംഗോ ആസ് സച്ച് അടിപൊളി, സ്റ്റിക്കി റൈസും ആസ് സച്ച് അടിപൊളി. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന ഫ്ലേവർ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓവറോൾ ഇതായിരുന്നു നമ്മുടെ ഫുക്കറ്റിലെ നൈറ്റ് മാർക്കറ്റ്. ഹോപ്പ് യു എൻജോയ്. ബൈ.